ഞാൻ വൈദികനായ ആദ്യ വർഷം ഈ തൃശ്ശൂർ കുരിയച്ചന എന്ന് പറഞ്ഞ പള്ളിയിൽ ഒരു ധ്യാനം നടത്തി. ഒരു കരിസ്മാറ്റിക് ധ്യാനമാണ്. ഏതാണ്ട് ഒരു 80ഓളം ആളുകൾ പങ്കെടുത്ത ധ്യാനമാണ്. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ തുടങ്ങും, വൈകുന്നേരം ഒരു 7-7:30 തീരും. അത് കഴിയുമ്പോൾ ആളുകൾ വീട്ടിൽ പോകും. അങ്ങനെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനം. അങ്ങനെ രാവിലെ ധ്യാനം തുടങ്ങിയ ദിവസം ആളുകളൊക്കെ 8-8:30 വന്നു. പിന്നെ പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ധ്യാനം തുടങ്ങി. ഒരു 11:15 ധ്യാന ഹോളിൽ നിന്ന് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് കടുത്ത പനി, അതുപോലെ അയാൾക്ക് ഈ പനിയുടെ ആധിക്യം കൊണ്ട് വിറയലുമുണ്ട്. പിന്നെ കൂടാതെ ശരീരത്തിന് ഭയങ്കരമായ വേദന, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുത്തി വേദന. ഇതാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. ഈ വേദന കാരണം അവൻ കൊച്ചുകുട്ടിയെ പോലെ കരയുകയാണ്. അപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, അച്ഛാ, അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ വേഗം ധ്യാനത്തിന് വരാം. അപ്പം ഞാൻ ഈ പറഞ്ഞ സഹോദരൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. നല്ല പനിയുണ്ട്, വിറയുണ്ട്, ഈ കുത്തി ഈ ഭാഗത്തൊക്കെ വേദന കാരണം കൊച്ചുകുട്ടിയെപ്പോലെ അവൻ കരയുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, നീ രാവിലെ ധ്യാനിക്കാൻ വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? അവൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതൊക്കെ ഇവിടെ വന്ന ശേഷം 1.5 മണിക്കൂറിനുള്ളിൽ ഉണ്ടായതാണ്. അപ്പോൾ ഈ വിഷയം ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വെച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരെയും കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ മുഴുവനും ഏക സ്വരത്തിൽ പറഞ്ഞു, ഇത് വൈരാഗ്യത്തിൻ്റെ പൈശാചിക പീഡയാണ് എന്ന്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഉടനെ പോയി ആ യുവാവിനോട് ചോദിച്ചു, നിനക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ? അവൻ പറഞ്ഞുകൊണ്ട്. ഞാൻ ചോദിച്ചു, ആരോടാ? അത് എൻ്റെ ഭാര്യ വീട്ടുകാരോടാ. ഹല്ലേലൂയ. ഞാനും എൻ്റെ ഭാര്യ വീട്ടുകാരും തമ്മിൽ പിണക്കത്തിലാണ്. ഞങ്ങൾ 2 പേരും അവിടെ പോയിട്ട് ഇപ്പോൾ 5 വർഷമായി. അപ്പോൾ അതിനിടയ്ക്ക് പല പ്രമാദപരമായ കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പോലീസ് കേസ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇത് വൈരാഗ്യത്തിൻ്റെ പൈശാചിക പീഡയാണ്. അവിടെ ഇത് വിട്ടുപോകണമെങ്കിൽ വൈരാഗ്യം മാറ്റണം. ഉടനെ അവരവിടെ മുട്ടുമേൽ നിന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇന്ന് തന്നെ ഞാൻ അവിടെ പോയി അവിടെയുള്ള എല്ലാവരുടെയും കാലെ പിടിച്ച് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. എനിക്ക് ഈ വേദന ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഹല്ലേലൂയ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഭാര്യ വീട്ടുകാരോട് പരിപൂർണമായി ക്ഷമിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു, ചൊല്ലിക്കൊടുത്തു. അവൻ ചൊല്ലി. ഇവൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് ചെയ്ത എല്ലാ കാര്യത്തിനും ദൈവത്തിന് സ്ഥലം മാപ്പ് ചോദിച്ചു. അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിനും ക്ഷമ കൊടുത്തു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവൻ്റെ തലയിൽ കൈവച്ച് ഈ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞും ചീത്ത പറഞ്ഞും ഒക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നതിന് ഫലമായി ഇവരിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പൈശാചിക പീഡകളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞില്ല, അവൻ്റെ പനി നിന്നു, വിറയൽ നിന്നു. അധികം താമസിയാതെ കുത്തിയുള്ള വേദനയും മാറി. ഒന്ന് കൈയടിച്ചേ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ആളുകൾ അവർ ധ്യാനത്തിന് പോയില്ല, എന്നാൽ പള്ളിയിലൊക്കെ പോകും, പള്ളിയിലെ എല്ലാ 10 പരിപാടിയിലൊക്കെ പങ്കെടുക്കും, ധ്യാനത്തിന് പോയില്ല. ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ വചനം കേൾക്കും. വചനം കേട്ട് കഴിഞ്ഞാൽ ഉള്ളിലുള്ള വെറുപ്പൊക്കെ വിട്ടുപോകും, ക്ഷമിക്കാൻ സാധിക്കും. അപ്പം എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ചിലരോടുള്ള ദേഷ്യവും വെറുപ്പും പിണക്കും അവിടെ ഇരിപ്പുണ്ടാവും. ആ വെറുപ്പും പിണക്കും ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ധ്യാനത്തിന് പോകാൻ സാധിക്കാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ആ വെറുപ്പും പിണക്കും അങ്ങനെ നമ്മുടെ ഉള്ളിലിരുന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് അതിനേക്കാൾ വലിയ വഴക്കായിട്ട് മാറും. ഇപ്പോഴുള്ളത് ഒരുപക്ഷെ പരിഹരിക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സാത്താൻ അതിനെ കൊണ്ടുവന്ന് എത്തിക്കും. അങ്ങനെ ഉണ്ടാകുന്നതിന് കാരണം ഒരു പൈശാചിക പീഡയായി അത് മാറിക്കഴിഞ്ഞു എന്നാണ്. എയും ബിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമുണ്ടായാൽ അറിഞ്ഞുകൊള്ളുക, എയിൽ ഉള്ള തിന്മകൾ എന്നാൽ ബിയിൽ ഇല്ലാത്തത് എയിൽ നിന്ന് ബിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതുപോലെ ബിയിലുള്ള തിന്മകൾ എയിലില്ലാത്തത് ബിയിൽ നിന്ന് എയിലേക്ക് ഈ വെറുപ്പും പിണക്കവും വഴി കൈമാറ്റം ചെയ്യപ്പെടും. ഇത് പലരും അറിയുന്നില്ല. നമ്മൾ വെറുപ്പിലിരിക്കുക, പക്ഷെ ആ വെറുപ്പ് വഴി സമാന വെറുപ്പിൽ കഴിയുന്ന പലരുടെയും തിന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇതാണ് സംഭവം. ഹല്ലേലൂയ.